ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഒരു രസകരമായ ഒരു ടോപ്പിക്കാണ്. അതായത് നമുക്ക് ഉണ്ട് എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഓരോ പാറ്റേണുകളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ ഉണ്ട് എന്ന് പറയുന്നത് ഹാവ് ഹാസ് ആണ് ഉപയോഗിക്കുക. അതിൻ്റെ പാസ്റ്റ് ഫോം ഹാഡാണ്. അവിടെ ഹാവ് ഉപയോഗിക്കുന്നത് പ്ലൂറൽ വെർബിൻ്റെ കൂടിയാണ്. ഞാൻ നേരത്തെ സിമ്പിൾ പ്രസൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹാവ് പ്ലസ് ഡു ഹാവ് ആണ് ഉണ്ട്, അത് പ്ലൂറൽ വെർബ് ഉപയോഗിക്കും. അപ്പോൾ അവർക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട്. ദേ ഹാവ് മെനി ഫ്രണ്ട്സ്. അവൾക്ക് 2 പെൺകുട്ടികളുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഷീ ഹാവ് അല്ല ഹാസ് ആണ്. എന്തുകൊണ്ടാണ്? ഹാവ് പ്ലസ് ഡസ് ഈസ് ഈക്വൽ ടു ഹാസ്. അപ്പോൾ എസ് അവിടെ കാണാനുണ്ട്. അപ്പോൾ സിംഗുലർ വെർബായ ഹാസ്. അതുപോലെ തന്നെ എൻ്റെ അമ്മയ്ക്ക് 2 സഹോദരന്മാരുണ്ട് എന്നൊക്കെ പറയുമ്പോൾ മൈ മദർ ഹാസ് 2 ബ്രദേഴ്സ്. ഇതാണ് നമ്മൾ ഉണ്ട് എന്ന് പറയാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ 2 വെർബുകളാണ് ഹാവ് ഹാസ്. ഹാവ് എന്ന് പറയുന്നത് പ്ലൂറലിൻ്റെ കൂടിയാണ്. ഒന്നിൽ കൂടുതൽ സബ്ജക്റ്റ് വരുമ്പോൾ പ്ലൂറൽ സബ്ജക്റ്റിൽ ബഹുവചന സബ്ജക്റ്റ് കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഹാവാണ്. ഞങ്ങൾക്ക് ധാരാളം പണമുണ്ട് എന്ന് പറയുന്നത് ദി ഹാവാണ് ഉപയോഗിക്കുക. എൻ്റെ സഹോദരന് 2 കാറുകളുണ്ട്. മൈ ബ്രദർ ഹാസ് 2 കാർസ്. അപ്പോൾ ബഹുവചനമാണെങ്കിൽ ഹാവ് ഉണ്ടാവുന്നത് ഡു പ്ലസ് ഹാവ് ഈസ് ഈക്വൽ ടു ഹാവ് എന്നും, ഹാവിൻ്റെ കൂടെ ഡസ് ഞാൻ സിമ്പിൾ പ്രസൻസ് എടുക്കുമ്പോൾ പറഞ്ഞതാണ്. ഡസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ് വരുമ്പോൾ അവിടെ എസ് കാണാനുണ്ടാവും. അപ്പോൾ ഡസ് പ്ലസ് ഹാവ് എന്താണ്? ഹാസ് എന്ന് കാണും. ഹാസ് സിംഗുലറിൻ്റെ കൂടെയാണ്. ഷീ ഹാസ് എ കാർ. മമ്മൂട്ടി ഹാസ് 2 കാർസ്. My brother has 2 bikes. My brother has 2 children. ഇപ്പോൾ സിംഗുലറിൻ്റെ കൂടെ ഹാസ് ആണ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ പ്ലൂറലിൻ്റെ കൂടെ ഹാവ് ആണ് ഉപയോഗിക്കുക. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഉണ്ട് എന്ന അർത്ഥത്തിൽ ചില കാര്യങ്ങൾ വരുമ്പോൾ നമുക്കത് പറയാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എനിക്കൊരു കാറുണ്ട്, അവൾക്കൊരു കാറുണ്ട് എന്നൊക്കെ പറയുന്നത്. അതുപോലെ ഹാവ് എനിക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും പ്ലൂറലാണ്, സിംഗുലറാണ്. പക്ഷേ ഞാനത് പറഞ്ഞിട്ട് ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ് പ്ലൂറലായി പരിഗണിക്കുന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ സിംഗുലറാണ് ഐ. പക്ഷേ ബഹുവചന ക്രിയയായ ഹാവ് ആണ് ഉപയോഗിക്കുക. ഐ ഹാവ് എ കാർ, ഐ ഹാവ് മെനി ഫ്രണ്ട്സ്, ഐ ഹാവ് എ ലാപ്ടോപ്പ്, ഐ ഹാവ് 2 മൊബൈൽ ഫോൺസ് എന്നൊക്കെ പറയും. ഇത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഈ ഒരു സ്ട്രക്ചർ കിട്ടിയാൽ പറയാൻ പറ്റുന്നതാണ്. പക്ഷേ ചില സന്ദർഭങ്ങളുണ്ട്. ഇപ്പോൾ എനിക്കൊരു കാറുണ്ട് എന്ന് പറയാൻ ബുദ്ധിമുട്ടില്ല. ഐ ഹാവ് എ കാർ. അവൾക്ക് 2 കുട്ടികളുണ്ടെന്ന് പറയാം. ഷീ ഹാസ് 2 ചിൽഡ്രൻ എന്ന് പറയാം. പക്ഷേ അല്ലാതെ ഒരു അവസരം വരുന്നുണ്ട്. എനിക്കൊരു കാറുണ്ട്, ഐ ഹാവ് എ കാർ. അവൾക്കൊരു കാറുണ്ട്, ഷീ ഹാസ് എ കാർ. പക്ഷേ എൻ്റെ വീട്ടിൽ ഒരു കാറുണ്ട് എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് ഹാവ് വെച്ച് പറയാൻ പറ്റില്ല. അതുപോലെ എൻ്റെ വീട്ടിൽ 2 കമ്പ്യൂട്ടറുകളുണ്ട്. എൻ്റെ വീട്ടിൽ 3 നായ്കളുണ്ട്. എൻ്റെ വീട്ടിൽ 2 പശുക്കളുണ്ട്. എൻ്റെ സ്കൂളിൽ 1500 വിദ്യാർത്ഥികളുണ്ട്. എൻ്റെ ക്ലാസ്സിൽ 47 വിദ്യാർത്ഥികളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഹാവോ ഹാസോ വെച്ച് നടക്കില്ല. അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ പറയാൻ നമ്മൾ ഇംഗ്ലീഷ് ഒരു രീതിയുണ്ട്. ദർ എന്നൊരു ഡബ്ബി സബ്ജക്റ്റ് വെച്ച് നമ്മൾ തുടങ്ങണം. THERE ദർ. അതൊരു ഡബ്ബി സബ്ജക്റ്റാണ്. ഇത്തരം ഡബ്ബി സബ്ജക്റ്റ് വെച്ചിട്ട് മാത്രമേ പറയാൻ പറ്റൂ. അവിടെ ഉണ്ട് എന്ന് പറയുന്ന അർത്ഥത്തിൽ ഹാവ് ഹാസ് അല്ല ഉപയോഗിക്കുക. പകരം ഈസ് ആം ആറാണ് ഉപയോഗിക്കുക. അതിൽ ആം വരാൻ സാധ്യതയില്ല. ഈസ് ആറ് വരും. സിംഗുലറിൻ്റെ കൂടെ ഈസ് ഉപയോഗിക്കും. ശരിക്കും യഥാർത്ഥത്തിൽ ആം ഈസ് ആറ് എന്ന് പറഞ്ഞാൽ ആകുന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. പക്ഷെ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഉണ്ട് എന്ന അർത്ഥത്തിൽ ഇത് ഉപയോഗിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു കാറുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ദർ എന്ന ഡമ്മി സബ്ജക്റ്റ് ആദ്യം വെച്ച് ദർ. അപ്പോൾ ഉണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹാവ് വെച്ചുകൂടാ. അവിടെ ഹാവ് വെച്ചുകൂടാ. അപ്പോൾ എന്ത് വേണോ അവിടെ ഈസോ ആറോ നോക്കുക. അപ്പോൾ ഒരു കാറുണ്ട് എന്ന് പറയുന്നത് ഒറ്റ ഇതായതുകൊണ്ട് സബ്ജക്റ്റ് അവിടെ സിംഗുലർ ആയതുകൊണ്ട് ദർ ഈസ് എ കാർ ഇൻ മൈ ഹൗസ്. എൻ്റെ വീട്ടിലൊരു കാറുണ്ട്. ഇനി ഇത് തന്നെ പ്ലൂറലാക്കി പറയുകയാണ്. എൻ്റെ വീട്ടിൽ 2 കാറുകളുണ്ട്. ദർ ആർ there are 2 cars in my home. എൻ്റെ സ്കൂളിൽ 1500 വിദ്യാർത്ഥികളുണ്ട്. There are 1,500 students in my school.
ഇതേപോലെ തന്നെ എൻ്റെ നാട്ടിൽ ഒരു പുഴയുണ്ട്. There is, അതായത് ഒരു പുഴയാണ്. There is a river in my village. എൻ്റെ സ്കൂളിൽ ഒരു ലൈബ്രറി ഉണ്ട്. There is a library in my school. എൻ്റെ ക്ലാസ്സിൽ 47 വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ 47 ഒന്നിൽ കൂടുതലാണ്, ഒന്നല്ല പറയാം. അപ്പോൾ 47 വിദ്യാർത്ഥികളാണ്. സബ്ജക്ട് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് എന്താണ് there are 47 സ്റ്റുഡൻസ് ഇൻ മൈ ക്ലാസ്. അത് തന്നെയാണ് കേരളത്തിൽ 44 നദികളുണ്ടെന്ന് പറയാൻ. നിങ്ങൾക്ക് കേരള ഹാസ് 44 റിവേഴ്സ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. എന്ത് തന്നെ പറയണം? 44 നദികളാണ്, ഒന്നിൽ കൂടുതലാണ്. അപ്പോൾ പ്ലൂറലാണ്. There are 44 rivers in കേരള. കേരളത്തിൽ 14 ജില്ലകളുണ്ട്. There are 14 districts in കേരള. ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ എന്താണ് ഉണ്ട് എന്ന അർത്ഥത്തിലാണ് ഈസ്, ആർ എന്നൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഇംഗ്ലീഷ് എങ്ങനെയാണ് ഈ ഭാഷയെ നമ്മൾ ഈ കാര്യങ്ങൾ, ഇത്തരം ആശയങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഒരു ടെക്നിക്കാണ് ഞാൻ പറഞ്ഞത്.